വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9 അധ്യായം 1 മുതൽ 41 വരെ. യേശു കടന്നു പോകുമ്പോൾ ജന്മനാ കുരുടനായിരുന്ന ഒരു മനുഷ്യനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട്, ഗുരു, ഇവൻ കുരുടനായി ജനിക്കുവാൻ ആരാണ് പാപം ചെയ്തത്, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തിട്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ വെളിപ്പെടുവാനത്രേ. പകലുള്ളതുവരെ എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ ഞാൻ നിവർത്തിക്കേണ്ടതാകുന്നു. ഒരുവനും പ്രവർത്തിക്കുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലിരിക്കുവോളം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി. ആ തുപ്പൽ കൊണ്ട് മണ്ണ് കുഴിച്ച് കുരുടന്റെ കണ്ണുകളിൽ തേച്ചിട്ട് അവനോട്, നീ പോയി ശീലോഹാങ്കുളത്തിൽ കുളിക്കുക, കഴുകുക എന്ന് പറഞ്ഞു. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ച് തിരിച്ച് വരികയും ചെയ്തു. അവന്റെ അയൽക്കാരും അവനെ ഭിക്ഷാടനത്തിനായി മുമ്പ് കണ്ടിട്ടുള്ളവരും, ഇവനല്ലേ ഭിക്ഷ യാചിച്ചുകൊണ്ടായിരുന്നവൻ എന്ന് പറഞ്ഞു. ചിലർ ഇവൻ തന്നെയാകുന്നുവെന്നും മറ്റു ചിലർ അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നുവെന്നും പറഞ്ഞു. എന്നാൽ അവൻ, ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് എങ്ങനെ എന്ന് ചോദിച്ചു. അവൻ അവരോട്, യേശു എന്നു പേരുള്ള ഒരാൾ മണ്ണ് കുഴിച്ച് എൻ്റെ കണ്ണുകളിൽ തേച്ചിട്ട്, നീ പോയി ശീലോഹാങ്കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ചയുണ്ടാകുകയും ചെയ്തു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവൻ എവിടെ എന്ന് ചോദിച്ചതിന്, എനിക്കറിഞ്ഞുകൂടാ, എനിക്കറിവില്ല എന്ന് അവൻ പറഞ്ഞു. കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുത്ത് കൊണ്ടുചെന്നു. യേശു മണ്ണ് കുഴച്ച് അവന്റെ കണ്ണുകൾ തുറന്നത് ശാബത്തിലായിരുന്നു. പരീശന്മാർ അവനോട്, നീ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ അവരോട്, അവൻ മണ്ണ് കുഴച്ച് എൻ്റെ കണ്ണുകൾ തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പരീശന്മാർ ചിലർ, ആ മനുഷ്യൻ ശാപം ആചരിക്കാത്തതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായ മനുഷ്യൻ ഈ അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ വീണ്ടും ആ കുരുടനോട്, നിന്റെ കണ്ണുകൾ തെളിയിച്ചതിനെ പറ്റി നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അവനവരോട്, അവനൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞു. അവൻ കുരുടനായിരുന്നിട്ട് വീണ്ടും കാഴ്ച പ്രാപിച്ചതാണെന്ന് അവന്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദിക്കുന്നതുവരെ യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് അവർ ചോദിച്ചു. ഇവൻ ഞങ്ങളുടെ മകനാണെന്നും കുരുടനായി ജനിച്ചെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്നോ ഇവന്റെ കണ്ണുകൾ തെളിയിച്ചത് ആരെന്നോ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഇവന് പ്രായപൂർത്തിയായിട്ടുണ്ടല്ലോ, ഇവനോട് തന്നെ ചോദിക്കുവിൻ, ഇവന്റെ കാര്യം ഇവൻ തന്നെ പറയട്ടെ എന്ന് അവന്റെ മാതാപിതാക്കൾ മറുപടി പറഞ്ഞു. മെശിഹായാണ് യേശു എന്ന് ആരെങ്കിലും സമ്മതിച്ചാൽ അവനെ സുന്നഗോഗിൽ നിന്ന് പുറന്തള്ളണമെന്ന് യഹൂദന്മാർ നിശ്ചയിച്ചിരുന്നതിനാലാണ് അവന് പ്രായപൂർത്തിയുണ്ടല്ലോ, അവനോട് തന്നെ ചോദിക്കുവിനെന്ന് യഹൂദന്മാരെ ഭയന്നവന്റെ മാതാപിതാക്കൾ പറഞ്ഞത്. കുരുടനായിരുന്നവനെ രണ്ടാമതും അവർ വിളിച്ചിട്ട്, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. അവൻ അവരോട്, അവൻ പാപിയാണോ എന്നോ എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ഒന്നെനിക്കറിയാം, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോഴിതാ കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ പിന്നെയും അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണുകൾ എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അവർ അവനോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലയോ? വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ത്? നിങ്ങളും അവന്റെ ശിഷ്യന്മാരാകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. അവർ അവനെ ശകാരിച്ചുകൊണ്ട്, നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാകുന്നു. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ അവൻ എവിടെ നിന്ന് വന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, അവൻ എവിടെ നിന്ന് വന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ, എൻ്റെ കണ്ണുകൾ അവൻ തെളിയിക്കുകയും ചെയ്തു.
ഇതാശ്ചര്യം തന്നെ. ദൈവം പാപികളുടെ വിളി ശ്രദ്ധിക്കുകയില്ലെന്നും തന്നെ ആശ്രയിക്കുകയും തൻ്റെ ഇഷ്ടം ആചരിക്കുകയും ചെയ്യുന്നവരെയാണ് ശ്രദ്ധിക്കുന്നതെന്നും നമുക്കറിയാം. കുരുടനായി ജനിച്ചവൻ്റെ കണ്ണുകൾ ആരും തുറന്നതായി ഒരിക്കലും കേട്ടിട്ടില്ല. ദൈവത്തിൽ നിന്നല്ലായിരുന്നെങ്കിൽ ഇത് ചെയ്യുവാൻ അവനെ കഴിയുകയില്ലായിരുന്നുവെന്ന് പറഞ്ഞു. അവർ അവനോട്, നീ മുഴുവൻ പാപത്തിൽ ജനിച്ചവൻ, എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ബഹിഷ്കരിച്ചു. യഹൂദന്മാർ അവനെ ബഹിഷ്കരിച്ചു എന്ന് കേട്ടിട്ട് യേശു അവനെ കണ്ട്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ശുഭം പ്രാപിച്ചവൻ, കർത്താവേ, അവൻ ആരാകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവനെ വീണു വന്നിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുവാനും കാഴ്ചയുള്ളവർ കുരുടരാകുവാനും വേണ്ടി ഈ ലോകത്തിന് വിധി കൽപ്പിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന പരീശന്മാർ ചിലർ ഇത് കേട്ടിട്ട് അവനോട്, ഞങ്ങളും കുരുടന്മാരാകുന്നുവോ എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ കുരുടന്മാരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുകയും ചെയ്യുന്നു. നല്ല ചെയ്തു. സഭാദിനത്തിൽ പിറവിക്കുടനെ കാഴ്ച കൊടുത്ത സംഭവം നമ്മൾ വായിച്ചു. ആ സംഭവം കഴിഞ്ഞപ്പോൾ കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞൊരു പാപികളായി കാഴ്ച കിട്ടിയവൻ യേശുവിനെ നമസ്കരിച്ച് യേശുവിനെ അനുഗമിക്കുന്നയാളായി തീർന്നു. സഭാദിനത്തിൽ കാഴ്ചയുണ്ടെന്ന് പറയുന്നവർ നമ്മൾ അന്ധരാണെന്നും പാപികളാണെന്നുള്ള വിധി വരുമോ? അതോ തോമാശ്രീയ ഇന്ത്യയിൽ തുടങ്ങി വെച്ചതായ സുവിശേഷത്തിൽ ദൈവശക ഏറ്റുവാങ്ങി അത് അനേരെ കാണിക്കുമോ? നമുക്ക് കിട്ടിയതായ കാഴ്ച അപൂർണമാണെന്നും അത് പൂർണ്ണമാകണമെങ്കിൽ 8 കൂട്ടം കാര്യം കൂട്ടണമെന്ന് ഇന്നലത്തെ ധ്യാനത്തിൽ പഠിക്കുകയുണ്ടായി. വിശ്വാസത്തോട് വീര്യവും പരിജ്ഞാനവും ഇന്ത്യയും സ്ഥിരതയും ഭക്തിയും സഹോദരപ്രതിയും ദൈവസ്നേഹവും കൂട്ടാത്തവർ അന്ധരാണെന്നാണ് പത്രോസ്ലിയ ഇന്നലെ നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്പ കാഴ്ചയുണ്ട്, പക്ഷേ ആന്തരികമായ അന്ധരായതുകൊണ്ട് നമുക്ക് കാണേണ്ടത് കണ്ടിട്ടില്ല, കാണിക്കേണ്ടത് കാണിച്ചു കൊടുത്തിട്ടില്ലാത്ത കുറ്റബോധത്തോടെ ഒരിക്കൽ കൂടെ പാപമോചന പ്രാർത്ഥന നടത്തുകയാണ്. ഈ സമാധാനത്തിൽ നമ്മുടെ കണ്ണു തുറക്കട്ടെ. കർത്താവിനെ കണ്ട് കർത്താവിനെ അനുഗമിച്ച് കർത്താവിനെ കാണിച്ചു കൊടുത്ത് തോമാശ്ലീഹ നമ്മളെ ഏൽപ്പിച്ച ആ വലിയ ദൗത്യം പൂർത്തീകരിക്കുവാൻ, മാമോദീസായിലെ പ്രതിജ്ഞ പുതുക്കുവാൻ ഈ സഭാദിനത്തിലെ വിശുദ്ധ കുർബാനയും ദാനവും ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പൊതുവായ പാപമോചന പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. അതുപോലെ ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. 2 പുരോഹിതർ, സഭയിലെ എല്ലാ പുരോഹിതരുടെയും പ്രതിനിധികളായി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ സഭാദിനത്തിലെ കാതോലിക്ക ദിനത്തിൽ ഇന്ത്യക്ക് മുഴുവനും യേശുവിനെ കാണിച്ചു കൊടുക്കുവാനുള്ള വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന നമുക്ക് അത് ഇതുവരെയും വിജയിക്കുവാൻ കഴിയാത്ത കുറ്റബോധത്തോടെ നമ്മൾ പരസ്പരം ക്ഷമ ചോദിച്ച് കർത്താവിൽ നിന്ന് ക്ഷമ പ്രാപിക്കുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമുക്കിന്ന് ഈ സഭാദിനത്തിൽ നമ്മുടെ കുടിശ്ശികളെല്ലാം തീർത്ത് ഒരേ മനസ്സോടെ നമ്മുടെ ബോധവിചാരകർ എന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെത്തിയിട്ട് മഹത്വം ശക്തിയും സ്വർഗത്തിൽ കൊടുത്തിട്ട് സമാധാന ശക്തിയുമായി തിരികെ വന്നിട്ട് അത് ഇന്ത്യക്ക് മുഴുവനും വിതരണം ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ പാത്രങ്ങളായി തീരുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഇടവകയുടെ പൊതുയോഗം നടക്കുന്ന ഈ സുദിനത്തിൽ ഒരുമനപ്പെട്ട മത്സരമില്ലാതെ ദൈവാത്മാവിൻ്റെ ആലോചന പ്രകാരം അടുത്ത വർഷക്കാലത്ത് ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിന് ഇങ്ങനെ തോന്നിയിരിക്കുന്നെന്ന് പറഞ്ഞാണ് ആദ്യത്തെ സുന്നതദോസിൽ അപ്പോസ്തലന്മാർ തീരുമാനമെടുത്തത്. പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുവാൻ പരസ്പരം ക്ഷമ കൊടുത്തും ക്ഷമ വാങ്ങിച്ചും എല്ലാ സ്ഥാപിത താല്പര്യങ്ങളും മത്സരബുദ്ധികളും താഴെ വെച്ചിട്ട് ദൈവനാമം മഹത്വപ്പെടണം. ഇതുവരെ ഇതിനെ നടത്തുവാൻ ദൈവം നമുക്ക് തന്ന പുരോഹിതരെയും ഭരണകർത്താക്കളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് അടുത്ത വർഷകാലത്തെ ഇതിൻ്റെ നടത്തിപ്പിന് ദൈവം കരുതിയവർ തെരഞ്ഞെടുക്കപ്പെട്ട് അവരെ 100% അംഗീകരിച്ച് അവരോട് സഹകരിച്ച് സഭ പണി തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് ഒരുമനപ്പെട്ട് തമ്മിൽ യാചിച്ച് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ബോധവിചാരം എത്തിക്കാമെന്ന് കാര്യം ഓർപ്പിക്കുന്നു. സഹോദരി സഹോദരങ്ങളെ ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുവാനുള്ള അവർ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പുത്രനും പരിശുദ്ധരൂഹായി സ്തുതി ആദ്യം നമ്മുടെ കണ്ണയും മരണവും ഉണ്ടായിക്കിട്ടെയാണ്. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, വലിയ നോമ്പിൻ്റെ 6ാം ഞായറാഴ്ച സഭാദിനം കൊണ്ടാടുന്ന സുദിനത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ ധ്യാനിപ്പാൻ ലഭിച്ചതായ ഈ ഭാഗ്യകരമായ അവസരത്തിന് നാം കർത്താവിന് നന്ദി പറയാം. ഈ ഇടവക സഭാദിനം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഇന്നുവരെ നടത്തി വന്നതായ
ധ്യാനത്തിൻ്റെ ഒരു സമാപനം കൂടെയാണ് എന്ന കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതായ ധ്യാന സന്ദേശങ്ങൾ സമാഹരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും കണ്ണു തുറന്ന് ധർമ്മങ്ങൾ നിർവഹിച്ച് കർത്താവിനോട് ചേരുന്ന മണവാട്ടി സഭയുടെ ഉടലായി മാറുവാനുള്ള ഭാഗ്യം വിശുദ്ധ മാമോദിസയിലൂടെ ആവും നമുക്ക് നൽകിയിരിക്കുമ്പോൾ ആ വിളി അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുവാൻ നമ്മൾ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്, ഭയത്തോടും റെയിലോടും കൂടെ പ്രാണരക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ടതെന്നൊക്കെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് വായിച്ചതായ തിരുവചനങ്ങളുടെ പിതാക്കന്മാർ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജ്വലിപ്പിച്ചുകൊണ്ട് അഭിഷേകത്തിൻ്റെ ഉപദേശം കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവരെ ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല എന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലെ വചനപ്രകാരം ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ നിൽക്കുകയല്ല. മാമോദിസയിലിരിക്കുന്ന ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വീണ്ടും ജനിച്ച ദൈവമക്കളെല്ലാം ശ്രേഷ്ഠരായിട്ടുണ്ടെന്ന് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ എന്നേക്കാൾ ശ്രേഷ്ഠരെന്ന് ആ വചനപ്രകാരം എണ്ണുന്നു. ശ്രേഷ്ഠരായ നിങ്ങളോട് ഏതെങ്കിലും ഉപദേശം തന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുവാൻ നിങ്ങളോടൊപ്പം ആരാധന സംബന്ധിക്കാൻ വന്ന ബലഹീനനായ എനിക്ക് ലഭിച്ചതായി അവസരവും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അകത്തെ ഉള്ളറയിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ഉപദേശങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോധവിചാര ഹൃദയങ്ങളിൽ അവ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഇലക്ട്രോണിക് ലാംഗ്വേജ് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ SMS വരുന്ന പോലെയോ, നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ ഇമെയിൽ വരുന്ന പോലെയോ, ഫാക്സ് മെഷീനിൽ ഫാക്സ് സന്ദേശങ്ങൾ വരുന്ന പോലെയൊക്കെ ഈ ആരാധനയുടെ മധ്യത്തിൽ നമുക്ക് ആവശ്യമുള്ള സന്ദേശങ്ങൾ സ്വർഗത്തിൽ നിന്ന് അയച്ചത് തോമാസ് ലിയായുടെ ടവർ വഴി നമ്മുടെ കമ്പ്യൂട്ടറിലെത്തി അത് നമ്മുടെ ഉള്ളിൽ വന്ന് കിടക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് നമുക്ക് തന്നതായ ആ സന്ദേശങ്ങൾ മലയാള ഭാഷയിലേക്കൊന്ന് പരിഭാഷപ്പെടുത്തി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഷയിൽ അതിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിക്കുന്ന ഒരു എളിയ ശുശ്രൂഷ മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. നമുക്ക് ശ്രദ്ധയോടെ ജാഗ്രതയോടെ ആ വലിയ ധർമ്മം നിർവഹിപ്പാൻ കൂട്ടുവേല ചെയ്യാം. ബഹുമാനയുടെ വികാര്യത്തിൻ്റെ അഭിഷേകം ജ്വലിച്ചു നിൽക്കുന്ന സമയം ബഹുമാനയുടെ വികാര്യത്തിനിലൂടെ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടതായ സന്ദേശങ്ങൾ നമ്മൾ വിശദീകരിച്ച് ധ്യാനിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി ഇന്ന് കിട്ടുന്നതായ സന്ദേശങ്ങളിലൂടെ നമ്മുടെ സഭാദിന ആഘോഷങ്ങൾ പൂർണ്ണതയിലെത്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സഭാദിനത്തിൽ സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗം ഇന്നലെ സന്ധ്യയ്ക്ക് നമ്മൾ വായിച്ച് ധ്യാനിച്ചു. ബർത്തിമായി എന്ന പേരുള്ള കുടൻ എങ്ങനെ കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച പ്രാപിച്ചതിന് ശേഷം നീ പൊക്കോളാൻ പറഞ്ഞിട്ടും പോകാതെ ഞാൻ നിന്റെ കൂടെ വരികയാണെന്ന് പറഞ്ഞ് ഒരു സത്യക്രിസ്ത്യാനിയായി യേശുവിനെ പിന്തുടരുന്ന കാര്യം നമ്മൾ ഇന്നലെ കേൾക്കുകയുണ്ടായി. നമ്മുടെ എല്ലാവരുടെയും മാമോദീസായിൽ കണ്ണു തുറപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ടെന്നുള്ള കാര്യം മാമോദീസയുടെ ശുശ്രൂഷ ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെയും ശിശുക്കളായിരുന്നപ്പോൾ വിശുദ്ധ മാമോദീസായിലൂടെ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി നമ്മുടെ അന്തർനയനങ്ങൾ തുറക്കാനുള്ള ഒരു പ്രത്യേക ശുശ്രൂഷ നടത്തിയപ്പോൾ നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. ഈ ലോകത്തിൻ്റെ വ്യർത്ഥതയെ ഗ്രഹിപ്പാൻ കൊണ്ട് നിന്റെ അന്തർനയനങ്ങൾ തുറന്നിരിക്കുന്നു എന്നാണ് മാമോദീസ മുക്കുന്ന പുരോഹിതൻ വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ച് ദൈവരാജ്യം കാണുകയും പ്രവേശിക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ നമ്മളോട് കൽപ്പിച്ചത് നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ? 12ാമത്തെ വയസ്സിൽ നമ്മുടെ മാമോദീസായിലെ പ്രതിജ്ഞയും അനുഭവങ്ങളും പുതുക്കണമെന്ന സഭയ്ക്കൊരു കൽപ്പനയുണ്ട്. ഈ ഇടവകയിൽ ഏതെങ്കിലും ബാലന്മാർ 12 വയസ്സ് കഴിഞ്ഞിട്ട് ഇതുവരെയും ആദ്യകുമ്പസാരം നടത്തിയിട്ടില്ലെങ്കിൽ അവർ നടത്തിക്കൊള്ളണമെന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അവരെ പ്രത്യേകം അതിന് ഒരുക്കി തയ്യാറാക്കി ആദ്യകുമ്പസാരത്തിന് നടത്തിയതിന് ശേഷം യേശു ക്രിസ്തുവുമായിട്ടുള്ള അവരുടെ വ്യക്തിപരമായ ബന്ധം, ആ യേശു ഏകരക്ഷകനാണെന്നുള്ള സത്യം ഉൾക്കൊണ്ട് അവനെ ആരാധിക്കാനുള്ള മാമോദീസായിലെ പ്രതിജ്ഞ ഒന്നുകൂടെ പുതുക്കി അങ്ങനെ യേശുവിനെ വ്യക്തിപരമായി രുചിച്ചറിഞ്ഞ് അവൻ നല്ലവനാണെന്ന് രുചിച്ചറിയുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ബാലന്മാരെ തിരിച്ചറിയിപ്പിക്കണം എന്നുള്ള കാര്യം സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ മാമോദീസായിൽ നമ്മുടെ അന്തർനയനങ്ങൾ തുറക്കുവാനുള്ള ശുശ്രൂഷ നടന്നു. പക്ഷെ ഇപ്പോൾ ആ കാഴ്ച നമുക്കുണ്ടോ? നമുക്ക് കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ആ കാഴ്ച നഷ്ടപ്പെടാൻ ഉള്ള സാധ്യതകൾ വളരെയുണ്ട്. കണ്ണിൽ എന്തെങ്കിലും ഒരു കോല് കുത്തിക്കയറുകയാണെങ്കിൽ, ഒരു കല്ലിലേക്ക് നമ്മുടെ കണ്ണ് കുത്തി വീഴുകയാണെങ്കിൽ കണ്ണ് കലങ്ങിപ്പോയാൽ കാഴ്ച നഷ്ടപ്പെടുമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. രോഗങ്ങളുണ്ട്, പലവിധമായ രോഗങ്ങളുണ്ട്. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാം. പ്രമേഹ രോഗികളുടെ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് കിട്ടിയ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട്
കണ്ണ് പരിശോധിച്ച് കണ്ണിൻ്റെ ചികിത്സയ്ക്ക് വിധേയമാകുവാൻ കണ്ണാശുപത്രിയിൽ പോകുന്നൊരു പതിവുണ്ട്. സഭാദിനം പ്രമാണിച്ച് തോമാസ്ലീഹ 12 അപ്പോസ്തലന്മാരോടൊപ്പം ഇവിടെ കണ്ണാശുപത്രി തുറന്നിരിക്കുകയാണ്. കണ്ണാശുപത്രിയുടെ ഐക്യാമ്പിൽ നമ്മുടെ കണ്ണെല്ലാം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. റിസൾട്ട് ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ എഴുതി കാണിക്കും. അപ്പോൾ സ്കാനിങ് റിസൾട്ട് കമ്പ്യൂട്ടറിൽ സ്കാനിങ് മെഷീൻ്റെ റിസൾട്ട് വരുന്നത് അനുസരിച്ച് സഭാദിനത്തിൽ കിട്ടുന്നതായ പുതിയ കാഴ്ചയുമായി നമ്മൾ ഇന്ത്യയെ സുവിശേഷീകരിക്കുന്ന സുവിശേഷ ദൗത്യത്തിന് വേണ്ടി നമ്മൾ പ്രതിജ്ഞ പുതുക്കണമെന്നുള്ള കാര്യം ഇന്ന് ഇപ്പോഴത്തെ പ്രാർത്ഥനയിൽ കേട്ട് കഴിഞ്ഞു. ലഭിച്ചതായ കാഴ്ച യേശുവിനെ അനുഗമിക്കാൻ ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുമെന്നുള്ള കാര്യമാണ് ഇന്ന് വായിച്ചു കേട്ട തിരുവചനത്തിലൂടെ ഇനിയും നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയാൻ പോകുന്നൊരു കാര്യം. ഭർത്തിയുമായി എന്ന കുരുടനെ കിട്ടിയ കാഴ്ച നഷ്ടപ്പെടാതിരിക്കാൻ അവൻ യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. അത് അവൻ്റെ സ്വന്തം തീരുമാനമാണ്. നിനക്ക് വേണേൽ പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ പോയില്ല. അവൻ യേശുവിനെ പിന്തുടർന്നു. ആ പിന്തുടർച്ച കർത്താവിൻ്റെ കുരിശിന് ചുവടുവരെയും എത്തിയെന്നും അത് ബന്ധുക്രിസ്തിയുടെ അനുഭവത്തിലെത്തി അവൻ സഭയിലെ ജീവനുള്ള കല്ലായി പണിയപ്പെട്ടു എന്നും സഭാചരിത്രത്തിൽ ഭർത്തിമായെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ആ കൂട്ടത്തിലാണ്. നമ്മളെല്ലാവരും മാമോദീസായിൽ കാഴ്ച ലഭിച്ചവരാണെങ്കിലും കാഴ്ച നഷ്ടപ്പെട്ടവരും സഭയിലുണ്ടെന്നുള്ള കാര്യം പത്രോസ്ലീഹ 2 പത്രോസ് 1 അധ്യായത്തിലെ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലൂടെ ഇന്നലത്തെ ധ്യാനത്തിൽ നിങ്ങളെ ബോധ്യമാക്കിയുണ്ടായി. അവ ഇല്ലാത്തവർ കുരുടരത്രേ, അവർ ക്രിസ്തുദൃഷ്ടിയുള്ളവരാകാം, അല്ലെ കാഴ്ച ഇല്ലാത്തവരാകാം. അപ്പോൾ നമ്മുടെ കാഴ്ച ക്രിസ്തുദൃഷ്ടിയായിട്ട് കുറഞ്ഞു പോകാനോ അന്ധതയായിട്ട് പൂർണ്ണമായി നഷ്ടപ്പെടാനോ സാധ്യതയുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സഭാദിനത്തിൽ ധ്യാനത്തിൻ്റെ ഈ സമാപന സമയം ഈ കണ്ണാശുപത്രിയിലെ ചെക്കപ്പിൻ്റെ റിസൾട്ട് എന്താണ്? പത്രോസ്ലീഹയാണ് ആദ്യം ഇങ്ങനെ ദൈവമക്കളുടെ കണ്ണ് പരിശോധിച്ചിട്ട് റിസൾട്ട് അറിയിച്ച ആദ്യത്തെ അപ്പോസ്തലൻ. തോമാസ്ലീഹയ്ക്കും കണ്ണാശുപത്രിയുണ്ട്. നമ്മുടെ കണ്ണ് പരിശോധിച്ചിട്ട് പത്രോസ്ലീഹയോട് പൂർണ്ണമായി തോമാസ്ലീഹ യോജിക്കുകയാണ്. 8 കൂട്ടം കാര്യങ്ങൾ കൂട്ടിയാൽ മാത്രം ലഭിക്കുന്ന ഉൾക്കാഴ്ചകളുണ്ടെന്നുള്ള കാര്യം ഇന്നലെ നമ്മൾ 2 പത്രോസ് 1 അധ്യായത്തിൽ കേൾക്കുകയുണ്ടായി. വിശ്വാസത്തോട് വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രതി, ദൈവസ്നേഹം ഇവ കൂട്ടിയില്ലെങ്കിൽ കുരുടരായി പോകുമെന്നുള്ള കാര്യം പറഞ്ഞു. അവിടെ മാമോദീസായ്ക്ക് ശേഷം ഈ 8 കൂട്ടം കാര്യങ്ങൾ ഒന്നോടൊന്ന് കൂട്ടിക്കൊണ്ടേയിരിക്കുവാൻ നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനകൾ, ബാലന്മാരുടെ സമാജങ്ങൾ, സൺഡേ സ്കൂളുകൾ, യൂത്ത് ലീഗ്, പ്രാർത്ഥനായോഗം മുതലായ എല്ലാ പരിപാടികളും ഈ 8 കൂട്ടം കാര്യം കൂട്ടാനുള്ള വിശുദ്ധ കുർബാനയുടെ ബാക്കി പരിപാടിയാണ്. വിശുദ്ധ കുർബാന 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണെന്നുള്ള കാര്യം ഇന്നലെ നമ്മൾ കേട്ടു. അത് സന്ധ്യയ്ക്ക് തുടങ്ങി സന്ധ്യയ്ക്ക് തീരുന്നതാണ്. ഈ 24 മണിക്കൂറിനിടയിൽ കർത്താവിന് തീശ്വര രക്തങ്ങളായി മാറുന്ന അപ്പവീഞ്ഞുകൾ നമുക്ക് ജീവന ശക്തിയും ഓജസ്സും വീര്യവും സമൃദ്ധിയായ ജീവനും തരുന്നു. അത് സഭയിലുള്ള എല്ലാ അംഗങ്ങൾക്കും അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യുവാനൊക്കെ വേണം പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും മറ്റു ഭവനങ്ങളിലേക്കും പ്രാർത്ഥനായോഗങ്ങളിലേക്കും ഓരോ ആധ്യാത്മിക സംഘടനകളുടെ സേവന രംഗങ്ങളിലേക്കും നമ്മൾ കടന്നുപോയി സന്ധ്യയ്ക്ക് 6 മണി വരെ ഈ കുർബാനയുടെ ബാക്കിയാണ് സഭയിലെ ആധ്യാത്മിക സംഘടനകൾ കൂടെ നടത്തുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയതായ കാഴ്ച നഷ്ടപ്പെടാതിരിക്കുവാനും ആ കാഴ്ച അനേക കാഴ്ച കൊടുക്കുവാനും കിട്ടിയ കാഴ്ച നഷ്ടപ്പെടാതെ അനേകരെ സംരക്ഷിക്കാനും എല്ലാം ഉതകണമെന്നാണ് ഈ തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗം വായിക്കാൻ ഒത്തില്ല. ആ കുടിശ്ശിക ഇപ്പോൾ തീർക്കുക. അതിൽ നിന്ന് നമുക്കൊരു സന്ദേശം കിട്ടാനുണ്ട്. വിശുദ്ധ പിതാക്കന്മാർ സന്ധ്യയ്ക്കും പ്രഭാതത്തിലും വിശുദ്ധ കുർബാനയ്ക്കുമായി 3 വേദഭാഗങ്ങൾ വായിക്കാൻ വെച്ചതിൽ 2 എണ്ണം വായിച്ചു കഴിഞ്ഞു. പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗം ഒന്നുകൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9 അധ്യായത്തിൻ്റെ 27 മുതൽ 31 വരെ. യേശു അവിടെ വിട്ടു പോകുമ്പോൾ 2 കുരുടന്മാർ തൻ്റെ പിന്നാലെ ചെന്നു. ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. യേശു വീട്ടിലെത്തിയപ്പോൾ ആ കുരുടന്മാർ അവൻ്റെ അടുത്ത് ചെന്നു. യേശു അവരോട്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഉവ്വ് കർത്താവേ എന്ന് അവർ പറഞ്ഞു. യേശു അവരുടെ കണ്ണുകളിൽ തൊട്ട്, നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണുകൾ തെളിഞ്ഞു. അങ്ങനെ 2 കുരുടന്മാർ വിശ്വാസത്തോടെ അപേക്ഷിച്ചതനുസരിച്ച് അവരുടെ കണ്ണിന് കാഴ്ച ലഭിച്ചു തുടങ്ങി. പക്ഷെ ആ കാഴ്ച അംശികമായിരുന്നു. അത് പൂർണ്ണമാകുവാൻ അവർ ഭർത്തിയുമായ പോലെ കർത്താവിനെ അനുഗമിക്കേണ്ടതായിരുന്നു. അവിടെ അവർക്ക് അബദ്ധം പറ്റി. അപ്പോൾ അവരുടെ കണ്ണ് സുഖമാക്കുവാനുള്ള കർത്താവിൻ്റെ ആദ്യത്തെ പടി മാത്രമേ ചെയ്തുള്ളൂ. പിന്നെയും പല പടികൾ കിടപ്പുണ്ട്. അങ്ങനെ
അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു വരം മാത്രമാണ് അവർക്കപ്പോൾ ഉണ്ടായത്. പക്ഷെ വിശ്വാസത്തോടെ ഇനി വീര്യം കൂടാനുണ്ടായിരുന്നു. ഈ രണ്ടു പേർക്ക് വിശ്വാസം കിട്ടിയപ്പോൾ, വിശ്വാസത്തോടെ അപേക്ഷിച്ചപ്പോൾ കണ്ണ് തുറക്കാൻ തുടങ്ങി. പക്ഷെങ്കിൽ അതവിടെ അങ്ങ് അസ്തമിച്ചു പോയി. അത് അപകടമായി തീർന്നു. അത് ഷോർട്ട് സൈറ്റായിട്ടും അന്ധതയായിട്ടും പിന്നെ മാറിയെന്നാണ് പിന്നെ നടക്കുന്ന സംഭവം തെളിയിക്കുന്നത്. നമ്മുടെ മാമോദീസായിൽ വിശുദ്ധ പിതാക്കന്മാർ അഭിഷിക്തന്മാരുടെ കൈകളിലൂടെ നമുക്ക് തന്ന ആ കൃപാവരങ്ങൾ ജ്വലിപ്പിച്ചപ്പോൾ നമ്മുടെ കണ്ണൊന്ന് തുറന്നതാണ്. പക്ഷെ ആ കണ്ണ് യേശുവിനെ അനുഗമിക്കാൻ ഉപയോഗിച്ചില്ലെങ്കിൽ, യേശുവിനെ കുരിശിന് ചുവടുവരെ പോകാൻ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആ കണ്ണ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ അന്ധരായി ക്രിസ്തുദൃഷ്ടിയുള്ളവരായിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം പത്രോസ് കണ്ടെത്തി തൻ്റെ മക്കളെ പഠിപ്പിച്ചതാണ്. ഈ രണ്ട് ഗുരുടന്മാർക്ക് കാഴ്ച കിട്ടാൻ തുടങ്ങിയതേ ഉള്ളൂ. 8-1 കാഴ്ച മാത്രമേ കിട്ടിയുള്ളൂ. 8-1 കാര്യം അവർക്ക് കിട്ടി, വിശ്വാസം. അത് പ്രാർത്ഥനയാക്കി. അപ്പം പ്രകാശം കിട്ടി തുടങ്ങി. പക്ഷെ കർത്താവ് പറഞ്ഞ പരിപാടി തീർന്നിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങൾ വചനം കേട്ട് ഈ കാഴ്ച തന്നുകൊണ്ടിരിക്കുന്നയാളിനെ അനുഗമിക്കണം. എല്ലാം വിട്ട് എന്നെ അനുഗമിക്കണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ ഇവരോടും അനുഗമിക്കാൻ പറഞ്ഞു. പക്ഷെ അവരോട് പറഞ്ഞത് യേശു അവരെ കർശനമായി വിലക്കിക്കൊണ്ട് പറഞ്ഞു, നോക്ക്, കിട്ടിയ കാഴ്ച കൊണ്ട് നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്, നിനക്ക് കാഴ്ച തന്നയാളിനെ ഒന്ന് നോക്ക്. എന്നിട്ട് ഈ കാഴ്ച തന്നയാൾ പറയുന്നതെന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. നമുക്ക് കാഴ്ച തന്നയാളിനെ നമ്മൾ നോക്കിയിട്ടുണ്ടോ? കാഴ്ച തന്നയാളിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? കാഴ്ച തന്നയാൾ എന്തിനാ കാഴ്ച തന്നെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അബദ്ധം പറ്റാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഇവർ പഠിപ്പിക്കുകയാണ്. അവർ കർത്താവിനെ നോക്കി എന്തിനാ ഞാൻ കാഴ്ച തന്നു തുടങ്ങിയത്, ഇനിയും ബാക്കി പണി എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചില്ല. ഈ കാര്യം ആരും അറിയരുതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കിട്ടുന്ന ആ രഹസ്യമായ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണതയിലെത്തണമെങ്കിൽ രഹസ്യമായത് സൂക്ഷിച്ചു വെച്ച് അത് പൂർത്തീകരിക്കണം എന്നുള്ള കാര്യം ഇവിടെ ഓർപ്പിക്കുകയാണ്. പത്രോസ് ലിഹായിക്ക് ആദ്യം കിട്ടിയതായ വിശ്വാസത്തിൻ്റെ കാഴ്ച കുറഞ്ഞു വന്നു. അല്പവിശ്വാസിയായി പോയി. അല്പവിശ്വാസിയായി പോയത് എപ്പോഴാണ്? കർത്താവ് വെള്ളത്തിന്മേൽ നടക്കുന്ന സമയം അതുപോലെ നടക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. കർത്താവിനെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞത് കേട്ട് വെള്ളത്തിൽ നടന്നു തുടങ്ങി. പക്ഷെ നോട്ടം കർത്താവിൽ നിന്ന് തിരമാലയിലേക്കും സൗന്ദര്യത്തിലേക്കും മാറിയപ്പോൾ താഴാൻ തുടങ്ങി. തൻ്റെ വിശ്വാസം അല്പവിശ്വാസമായി കുറഞ്ഞപ്പോൾ കാഴ്ചയും കുറഞ്ഞു. അപ്പോൾ ആ പത്രോസിനെ കർത്താവ് ശാസിക്കുന്നുണ്ട്, അല്പവിശ്വാസി, നീ എന്തിനു സംശയിച്ചു? നീ എന്തിനു അവിശ്വസിച്ചു? നീ എന്തുകൊണ്ട് താണു പോകുന്നു എന്ന് പറഞ്ഞ് കയ്യെ കയറി പിടിച്ചു, പിന്നെ പൊക്കിയെടുത്തു. അപ്പം നമ്മുടെയും ജീവിതത്തിൽ മാമോദീസായിലൂടെ തുടങ്ങിയതായ കണ്ണു തുറപ്പിക്കുന്ന പരിപാടി നിന്നു പോകാനോ കുറഞ്ഞു പോകാനോ ഒക്കെ സാധ്യതയുണ്ടെന്നുള്ള കാര്യം പത്രോസ് പഠിച്ചതിന് ശേഷം പത്രോസ് ലിഹായിക്ക് പിന്നെ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ശാസന, നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് 3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞ് കരയിപ്പിച്ച് പത്രോസിൻ്റെ വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും എല്ലാം പൂർണ്ണതയിലെത്തുവാൻ 10 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടതിന് ശേഷം 10 ദിവസം സെഹിയോൻമാളികയിൽ കാത്തിരുന്നപ്പോൾ ആ പത്രോസിൻ്റെ വിശ്വാസത്തോട് വീര്യം കൂടിക്കൊണ്ടിരുന്നു. വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രതിയും കൂട്ടിക്കഴിഞ്ഞപ്പോൾ കാഴ്ച പൂർണ്ണമായി. ആ പത്രോസിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കാണാനും, ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാര്യങ്ങളെ കാണുവാനും, ദൈവത്തിൻ്റെ ആലോചനകൾ പിടിച്ചെടുക്കാനും കഴിഞ്ഞപ്പോൾ ധൈര്യമായി ധീരമായി പെന്തിക്കോസ്ത് പെരുന്നാൾ താൻ എഴുന്നേറ്റ് നിന്ന് എല്ലാ ഭാഷ അറിയാവുന്നവരോടും താൻ സ്വന്തം ഭാഷയിൽ പ്രസംഗിക്കുകയാണ്. പല ഭാഷകളിലുള്ളവരോട് സ്വന്തം ഭാഷയിൽ പ്രസംഗിച്ചപ്പോൾ അവർക്കെല്ലാം അത് മനസ്സിലായി. അവർ 3000 പേര് സ്നാനമേറ്റ് സഭയോട് ചേർന്ന് അവർക്ക് ഈ കാഴ്ച കിട്ടാൻ തുടങ്ങി. അങ്ങനെ കാഴ്ചയും വിശ്വാസവും അനുഗ്രഹങ്ങളും ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന അനുഭവം തുടരുകയായിരുന്നു. നമ്മുടെ അനുഭവം എന്താണ്? ഈ 2 കാഴ്ച കിട്ടിയവർ കാണിച്ച അനുസരണക്കേട് എന്താണ്? നോക്കാൻ പറഞ്ഞപ്പോൾ എന്തിനാ നോക്കാൻ പറഞ്ഞെന്ന് ചോദിച്ചില്ല. ഇതാരോടും ഇപ്പം പറയരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവും അവർ ചോദിച്ചില്ല. ഇതാരും അറിയരുത്, ഇപ്പോൾ ഈ കാഴ്ച തന്നയാളിനെ ഇത് നോക്കാനും ആൾ പറയുന്ന അനുസരിക്കുവാനാണ് ഈ കാഴ്ച ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ അവരെന്നാ ചെയ്തു? അവർ പോയി ആ നാട്ടിലെല്ലാം അത് പരസ്യപ്പെടുത്തി. അനുസരണക്കേടാണ് കാണിച്ചത്. അപ്പം മാമോദീസായ്ക്ക് ശേഷം നമ്മൾ അനുസരണക്കെട്ട് ഇടപെടാതെ അവൻ്റെ മുഖം അന്വേഷിക്കണമെന്നുള്ള 105 സങ്കീർത്തനം വിട്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാം കണ്ട് പുറകെ നടന്നാൽ
കാഴ്ച പോയിക്കൊണ്ടേയിരിക്കും, അന്ധരായിത്തീരും. അപ്പോൾ ഇന്ന് വായിച്ചതായ യോഹന്നാന്റെ സുവിശേഷം 9 അധ്യായം 1 മുതൽ 41 ഭാഗത്തിൽ ജന്മനാ കുരുടനായിരുന്നവൻ്റെ കണ്ണിൽ കർത്താവ് മണ്ണ് കുഴച്ച് കഴുകാൻ പറഞ്ഞപ്പോൾ അവനെ കാഴ്ച ലഭിച്ചു തുടങ്ങി. അത് പൂർണ്ണതയിലെത്തുവാൻ അവനെ വീണ്ടും കർത്താവ് കാണുന്നുണ്ട്. അവൻ കർത്താവിനെയും കർത്താവ് അവനെയും കാണുന്നുണ്ട്. കർത്താവ് പറഞ്ഞു നോക്കിയതനുസരിച്ച് വീണ്ടും കർത്താവിനെ നമസ്കരിച്ച് കർത്താവിനെ രക്ഷിതാവായി ഏറ്റു പറഞ്ഞപ്പോൾ അവൻ്റെ കാഴ്ച വർദ്ധിച്ച് അവൻ കർത്താവിൻ്റെ സാക്ഷിയായി മാറി. നമ്മുടെ ജീവിതത്തിൽ അല്പം കാഴ്ച കിട്ടിയതിന് ശേഷം സ്വർഗത്തിലെ പിതാവിൻ്റെ മുഖം ഇടപെടാതെ അന്വേഷിക്കാഞ്ഞതുകൊണ്ട്, പിതാവിൻ്റെ കൂടെ ഇരിക്കാഞ്ഞതുകൊണ്ട് പിതാവിൽ നമ്മൾ അകന്നുപോയിട്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയത് നഷ്ടപ്പെട്ട സാഹചര്യങ്ങളുണ്ടാകാം. അത് ഈ 50 നോയമ്പിൻ്റെ അവസാന വേളയിൽ ഈ 36-ാം ഞായറാഴ്ച ഈ സഭാദിനത്തിൽ ഇപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ഏറ്റുപറയാമെങ്കിൽ ആ ഏറ്റുപറച്ചിലൂടെ മരിച്ചുപോയ വശങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വന്ന് ലാസർ പന്തിയിലിരുന്ന് വിരുന്ന് കഴിച്ചതുപോലെ ഇന്നത്തെ വിശുദ്ധ കുർബാന സ്വർഗീയ വിരുന്നായിത്തീരും. ലാസർ ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവിനോട് പന്തിയിലിരുന്നു, ആനന്ദിച്ചു, അതൊരു സ്വർഗീയ വിരുന്നായിരുന്നു. അങ്ങനെ കിട്ടിയ കാഴ്ച വളർത്തി സംരക്ഷിച്ച് പിതാവിൻ്റെ മുഖം കണ്ട് പുത്രനെയും കണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്തർനയനങ്ങൾ തുറക്കപ്പെട്ട അവസ്ഥയിൽ നമ്മൾ ദൈവനിയോഗപ്രകാരം വേല ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നാണ് ഇന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ കിട്ടിയ അംശികമായ കാഴ്ച അസ്ഥാനത്ത് നോക്കി നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ മാതാപിതാക്കൾ ആണ് ആദ്യമായി അതിൽ പരാജയപ്പെട്ടത്. സ്വർഗത്തിലെ പിതാവ് അവരെ കാണാൻ ഇന്ന് 4 മണിക്ക് ഏദൻ തോട്ടത്തിൽ കൂടെ നടക്കാൻ വരുമായിരുന്നു. അവരെന്ന് ഓടിച്ചെന്ന് ആ പിതാവിൻ്റെ കയ്യെ പിടിച്ച് കൂടെ നടക്കുമായിരുന്നു, ആ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുമായിരുന്നു. പക്ഷേ ഹവ്വായ്ക്ക് ഒരു പരിഭവം, ഒരു പരാതി ഉണ്ടായിരുന്നു. നല്ല ഏദൻ തോട്ടം കിട്ടിയിട്ടും നല്ല സുന്ദരനായ ഭർത്താവിനെ കിട്ടിയിട്ടും ആ ഏദൻ തോട്ടത്തിലെ എല്ലാ നല്ല അനുഗ്രഹകരമായ സംവിധാനങ്ങൾക്കും അവർക്ക് നന്ദി പറയാനത്തില്ല. തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ, കണ്ടാൽ കൊള്ളാവുന്ന വൃക്ഷത്തിൻ്റെ ഫലം തരാത്തതിൻ്റെ കൊതിക്കുറവാണ് നമുക്കുണ്ടായത്. ആ തോട്ടത്തിൽ അവരെ ആക്കിയ ആ പിതാവിനെ കാണാനും പിതാവ് പറയുന്ന അനുസരിക്കാനും അല്ല ആ കണ്ണ് ഉപയോഗിച്ചത്. പിതാവ് വിലക്കിയ കാര്യം ഒളിഞ്ഞു നോക്കാനും അത് ആഗ്രഹിക്കാനും അത് കിട്ടാനും കിട്ടാത്തതിൽ പിറുപിറുക്കാനുമാണ് ഹവ്വായ്ക്ക് കിട്ടുക കണ്ണ് ദുർവിനിയോഗം ചെയ്തത്. ആ വല്യമ്മച്ചിയുടെ സ്വഭാവം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കിടപ്പുണ്ട്, ജന്മനാ ഉള്ളതാണ്. ഉള്ളതിന് നന്ദി പറയാതെ ഇല്ലാത്തതിന് പിറുപിറുക്കുന്ന സ്വഭാവം, അതിൻ്റെ പേര് അഹങ്കാരം എന്നാണ്. ആ അഹങ്കാരം കൊണ്ട് കിട്ടിയ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഹവ്വായ്ക്ക് ആദാമിനെ കിട്ടിയതിനോ ഏദൻ തോട്ടം കിട്ടിയതിനോ എല്ലാ ദിവസവും അപ്പച്ചൻ നടക്കാൻ വരുന്നതിലൊന്നും എല്ലാവരും സന്തോഷം. അവൾ മോഹിച്ചതായ ആ വിലക്കപ്പെട്ട പഴം തരാത്ത ദൈവത്തോടും ആ ദൈവത്തിന് കൂട്ടു നിൽക്കുന്ന ഭർത്താവിനോടും പിണങ്ങി അങ്ങനെ പെറുപെറുപ്പോടെയാണ് അവൾ ഈ ഭർത്താവിൻ്റെ കൂടെ നടന്നുകൊണ്ടിരുന്നത്. എതിലേ പോയാലും ഏറുകണ്ണിട്ട് നോക്കുമായിരുന്നു ഈ വിലക്കപ്പെട്ട സാധനം. അത് ഏദൻ തോട്ടത്തിൻ്റെ വെളിയിൽ നിന്ന് പിശാച് കണ്ടു. ഹവ്വയുടെ നോട്ടം ഇതേലാണെന്ന്. വീണ്ടും ആ തോട്ടത്തിൽ കയറുവാനും അവളെ വശീകരിക്കുവാനും വീഴ്ത്തുവാനുള്ള വഴി ഏതാണെന്ന് പിശാച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏദൻ തോട്ടത്തിന് വെളിയിലുണ്ടായിരുന്ന പിശാച് അവിടുത്തെ ആദിവാസിയായിട്ട് ജീവിച്ച ആളാണ്. അത് യെഹെസ്കേൽ 28 എഴുതിയിട്ടുണ്ട്. ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കുന്നതിന് മുമ്പ് അവിടുത്തെ ആദിവാസിയായി ചിറകുയർത്തി മറിക്കുന്ന കെരൂബ് അവിടെ താമസിച്ചിരുന്നതാണ്. അവന് കിട്ടിയ ഏദൻ തോട്ടത്തിൽ അവൻ തൃപ്തിയില്ലാതായി. അവന് നവരത്നങ്ങളോട് ബോധ്യപ്പെട്ടതിലും തൃപ്തിയില്ല. അവൻ പൊന്നുംകുടമായി നല്ല നല്ല പാട്ടുകാരനായിരുന്നു, നല്ല ഒന്നാന്തരമായിട്ട് പാടാൻ അറിയാമായിരുന്നു, നല്ല ബുദ്ധിയായിരുന്നു, നല്ല സൗന്ദര്യമായിരുന്നു. പക്ഷെ ഇതിനൊന്നും നന്ദിയില്ല. ഇനി എന്താ അവിടെ തരാനെന്നുള്ളതായിരുന്നു ചിന്ത. ചെറിയ ഉടത്തേക്ക് മറയ്ക്കുന്ന കെരൂബിന് ഏദൻ തോട്ടം കിട്ടിയതിൽ സന്തോഷമില്ല. അവനെ കൊണ്ട് പിതാവിൻ്റെ എല്ലാ കാര്യവും ചെയ്യിപ്പിച്ചു. ദൈവം തമ്പുരാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഉദ്യോഗം കൊടുത്തു. അവനിതെല്ലാം കിട്ടിയപ്പോഴങ്ങ് അഹങ്കരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി നാളായില്ലേ ഈ കിളവനായ പിതാവ് പണി തുടങ്ങിയിട്ട് ഇനി ഇയാൾ എന്നെ അങ്ങ് ഏൽപ്പിക്കരുതോ? ഇയാളെല്ലാം കൂടെ പിന്നെയും കൈവച്ചുകൊണ്ടിരിക്കുക. ആ കസേരയെ കുഞ്ഞിട്ട് തന്നാലെന്താ? ഇതായിരുന്നു ആ ചെറിയ എടുത്ത് മറിക്കുന്ന ഗുരുവിൻ്റെ മനോഭാവം. ഈ മനോഭാവം യുവതി യുവാക്കൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്.
മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം പോരാ, സൗന്ദര്യം പോരാ, അവർ ഔട്ട് ഓഫ് ഡേറ്റ് ആണ് എന്നൊക്കെ തോന്നിയിട്ട് അവർ പറയുന്നത് അനുസരിക്കാതെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്ന് പറയുന്ന ചെറുപ്പക്കാരിപ്പോഴുണ്ട്. അപ്പോൾ അവരെങ്ങനെ ജനിച്ചെന്നും വളർന്നെന്നും അവരെങ്ങനെയാണ് വളർത്തിയെന്നും മാതാപിതാക്കളോട് നന്ദിയില്ലാതെ അവർ പറയുന്നതിലും ചെയ്യുന്നതിലും കുറ്റം കണ്ടുപിടിച്ച് മാതാപിതാക്കൾ മക്കളെ അനുസരിച്ചോണമെന്ന് പറഞ്ഞ് അവരെ കിടീട് പറപ്പിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. അത് ആദാമിൻ്റെ ഹവ്വയുടെ രക്തം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. ആദാമിനും ഹവ്വയ്ക്കും അങ്ങനെ അബദ്ധം പറ്റി. എങ്ങനെയാണ് ഏദൻ തോട്ടത്തെ പുറത്താക്കപ്പെട്ട് ദൈവത്തിൻ്റെ ശത്രുവായി തീർന്ന ചെറുകിടത്തി മറിക്കുന്ന കരൂപ പിശാചായി മാറി. അവനെ അവിടെ നിന്ന് തള്ളി മാറ്റിക്കഴിഞ്ഞു. ഇനി അവൻ അവിടെ കയറാനുള്ള ഒരു പഴുത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വയാക്കിയ ഇത് സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞ് കള്ളനുള്ളപ്പോഴത്താണ് സൂക്ഷിക്കേണ്ടി വരുന്നത്. ആദാമിനെ ഹവ്വയെ ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ പറഞ്ഞോണം നീ സൂക്ഷിച്ചോണം, കള്ളൻ വെളിയിലുണ്ട്, ആദിവാസി വെളിയിൽ കിടപ്പുണ്ട്, അവൻ നിങ്ങളെയും വെളിയിലാക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കാമെങ്കിൽ ഇവിടെ രാജാവും രാജ്ഞിയായിട്ട് വാഴാം, അല്ലെ നീയും പോകേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് ഈ വിലക്കപ്പെട്ട പഴം വിലക്കപ്പെട്ടതായെന്ന് അവർ ചോദിച്ചില്ല, മനസ്സിലാക്കിയില്ല. അവർക്ക് പിറുവിറുപ്പും പരിഭവവും പരാതിയും കൊതിക്കറിവും മാത്രം. ഇതെല്ലാം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന സ്വഭാവങ്ങളാണ്. നോമ്പിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും കുമ്പസാരത്തിലൂടെ വചനധ്യാനത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട സ്വഭാവമാണ് അഹങ്കാരത്തോടും ധിക്കാരത്തോടും തന്നിഷ്ടങ്ങളോടും ജഡമോഹത്തോടും കൺമോഹത്തോടും എല്ലാം പോരാടി ദൈവകൽപ്പനയെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അതിൽ രസിച്ചാൽ മാത്രമേ സമാധാനം ഉണ്ടാവൂവെന്ന് 119 സങ്കീർത്തനത്തിന് 165 വാക്കിലുണ്ട്. ന്യായപ്രമാണത്തിൽ പ്രിയമുള്ളവർക്ക് മഹാസമാധാനം ഉണ്ടാകും. ഹവ്വയ്ക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ പ്രിയമില്ലായിരുന്നു. നടക്കു നിൽക്കുന്ന വർഷത്തിൻ്റെ ഫലം തിന്നണ്ടെന്ന് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, പിറുപിറുപ്പായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവളുടെ സമാധാനം പോയി കിട്ടി. അവർക്ക് ഏദൻ തോട്ടവും പോയി, അവിടെ സുഖവും സന്തോഷവും സൗന്ദര്യവും എല്ലാം പോയി, വസ്ത്രവും പോയി, പാതാളം വരെ അങ്ങ് താണുപോയി. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആദാമിലൂടെയും ഹവ്വയിലൂടെയും വന്നിരിക്കുന്ന തന്നിഷ്ടങ്ങളുടെയും അത്യാഗ്രഹങ്ങളുടെയും സ്വഭാവങ്ങളുടെ യാത്ര പറഞ്ഞ് അതിനെ കർത്താവ് ജയിച്ചതുപോലെ ജയിച്ചില്ലെങ്കിൽ നമ്മളും ഉള്ള സമാധാനം കളയും. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ പ്രിയമുള്ളവർക്ക് മാത്രമേ മഹാസമാധാനം ഉണ്ടാവൂവെന്ന് 119 സങ്കീർത്തനത്തിൻ്റെ 165 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. തിരുവചനങ്ങളുടെ പൊരുൾ എന്താണെന്ന് പറഞ്ഞാലേ അതിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ മനോഹരതയും മനസ്സിലാവുകയുള്ളൂ. ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും കേട്ടാൽ അതേപടി നമുക്ക് മനസ്സിലാകാൻ വിഷമമാണ്. അത് ആഴമായി വിശകലനം ചെയ്തെങ്കിലേ അതിൻ്റെ പൊരുൾ തിരിച്ചാരെങ്കിലും പറഞ്ഞു തന്നെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് 119 സങ്കീർത്തനത്തിൻ്റെ 130 വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വികാസനം പ്രകാശപ്രദമാണ്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കി തീർക്കും. അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ കൽപ്പനയുടെ അർത്ഥവും ആവശ്യവും പ്രയോജനവും മനസ്സിലാക്കി അതിൽ പ്രിയപ്പെടാൻ സാധിക്കുകയുള്ളൂ. കൽപ്പനകളെയും വചനങ്ങളെയും കൃത്യമായി സ്വീകരിച്ച് ധ്യാനിച്ച ആളാണ് പരിശുദ്ധ കന്യാമറിയാം. കന്യാമറിയാമിന് പഴയ നിയമത്തിലെ വചനം മുഴുവൻ ഇഷ്ടമായിരുന്നു. അതെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചു. അത് 100% അംഗീകരിച്ചു. സ്ത്രീയുടെ സന്തതി സർപ്പത്തെ തലയെ ചതയ്ക്കുവാൻ ഒരു കന്യക വേണം, ഒരു സ്ത്രീ വേണമെങ്കിൽ അതാരാണ് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നീ തന്നെയാണ് ആ സ്ത്രീ എന്ന് പറഞ്ഞ് ഗബ്രിയേൽമാലാഹ വചനം കൊണ്ട് കൊടുത്തത്. ആ വചനം അവൾ കൃത്യമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് മനുഷ്യജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവ് അയച്ച പുത്രൻ മനുഷ്യ ശരീരം സ്വീകരിപ്പാൻ മനുഷ്യാവതാരം ചെയ്യാൻ കന്യാമറിയാമിനെ ഉപയോഗിച്ചത്. ആ മനുഷ്യാവതാര പ്രക്രിയ തുടരുകയാണ് സഭയിലൂടെ. സഭാദിനത്തിൽ പരിശുദ്ധ തോമാശ്ലീഹ ഈ യേശുവിനെ ഇന്ത്യക്കാർ കൊണ്ട് തന്നു. മാമോദിസ മുങ്ങിയ സമയം മാമോദിസ മുക്കിയ പുരോഹിതൻ തലതൊട്ടവരും എല്ലാവരും കൂടെ കൂടി ആ യേശു കുഞ്ഞിനെ നമ്മുടെ ഉള്ളിലാക്കി. നമ്മൾ യേശു കുഞ്ഞിനെ വളർത്തുന്ന അമ്മമാരാണെന്നുള്ളത് നമ്മുടെ ദേഹിയുടെ മണ്ഡലം ഒരു കന്യകയാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരുടെയും സോൾ ഒരു കന്യകയാണ്. അപ്പോൾ നമ്മുടെ ദേഹി എന്ന ആ കന്യകയ്ക്ക് യേശു കുഞ്ഞിനെ കന്യകയായിരുന്നുകൊണ്ട് തന്നെ വളർത്താനുള്ള കഴിവുണ്ട്. പരിശുദ്ധ കന്യാമറിയാം കല്യാണത്തിനും കല്യാണ ഉറപ്പിനും ഇടയിൽ കന്യകയായിരുന്നുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ അമ്മയായത്. അതേ കഴിവ് നമ്മുടെ എല്ലാവരുടെയും ദേഹിക്കുണ്ട്. നമ്മുടെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം 2 കൊരിന്ത്യർ 11 പൗലോസ് കൊരിന്ത്യ സഭയോട് പറഞ്ഞു. നമ്മുടെ മാമോദിസായിൽ നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിലെ കന്യകമാരെ കർത്താവിന് വിവാഹ നിശ്ചയം ചെയ്ത് ഒരു കന്യകയായി സഭയുടെ മണവാട്ടിയായി വിളിച്ചിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഈ സഭാദിനം ഉതകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾ കിട്ടിയതായ കാഴ്ച നമ്മുടെ തന്നിഷ്ടം കൊണ്ടും അസ്ഥാനത്തേക്കുള്ള നോട്ടം കൊണ്ടും നഷ്ടപ്പെടുത്തി. ഇടപെടാതെ അവൻ്റെ മുഖം അന്വേഷിച്ച് ദൈവം നമുക്ക് ജീവിത പങ്കാളിയെ തരുന്നതുവരെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മാറിയിരുന്നില്ലെങ്കിൽ
ഇഷ്ടപ്പെട്ടവരെ തപ്പി നടന്നാൽ കിട്ടിയ കാഴ്ച പോകും. പിശാച് കരുതിയിരിക്കുന്നു വന്ന് കയറുകയും ചെയ്യും. വിലക്കപ്പെട്ടത് കാമ്യമായി തോന്നും. അത് പാപത്തിലേക്കും നാശത്തിലേക്കും പോകുന്നു തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ സഭാദിനത്തിൽ കേട്ടതായ വചനമനുസരിച്ച് നമുക്ക് കിട്ടിയതായ കാഴ്ച നഷ്ടപ്പെടുത്തിയെങ്കിൽ നമ്മളെ ഇന്ന് പത്രോസ്ലീഹ അന്ധരെന്നാണ് വിളിക്കുന്നെങ്കിൽ നമുക്കിന്ന് കാഴ്ച കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാഴ്ചയുള്ളവർ കുരുടരാകുവാൻ വേണ്ടി ഈ ലോകത്തിൽ നിന്ന് വിധി കൽപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുവാനും കാഴ്ചയുള്ളവർ കുരുടരാകുവാനുമായി ഈ ലോകത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞ് അപ്പോൾ പരീശന്മാർ ചോദിച്ച ചോദ്യമാണ്, ഞങ്ങളും കുരുടരാകുന്നുവെന്ന്. യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ കാഴ്ചയുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. സഭാദിനത്തിൽ പാപമോചന പ്രാർത്ഥന പല പ്രാവശ്യം നടത്തി. കുംഭസാരം നടത്തി. അന്നേരം പാപമോചന പ്രാർത്ഥന കിട്ടി. രാവിലത്തെ വേദപുസ്തകാനിക്ക് ശേഷം ഒരു പൊതുവായ കുസ്വയ പ്രാർത്ഥന നടത്തി. ഇതെല്ലാം നമ്മുടെ കണ്ണടപ്പിച്ചതും കണ്ണ് തകർത്ത് കളഞ്ഞതുമായ നമ്മുടെ അത്യാഗ്രഹങ്ങളെയും തന്നിഷ്ടങ്ങളെയും കുരിശിച്ചതിന് ശേഷം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്ന അവസ്ഥയിൽ പാപപരിഹാരം പ്രാപിച്ച് കാഴ്ചയുള്ളവരായി കർത്താവിൻ്റെ മുഖം അന്വേഷിച്ച് കർത്താവിൻ്റെ മുഖത്തു നിന്ന് കിട്ടുന്നതായ ശക്തി ഉപയോഗിച്ച് നന്മയാൽ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ വിജയം വരിക്കുവാൻ നമ്മുടെ ഈ സഭാജീവിതം ഉതകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി കേട്ടതായ സന്ദേശത്തിൻ്റെ ചുരുക്കം എന്തായിരുന്നു? എല്ലാവരും ഇല്ലായിരുന്നതുകൊണ്ട് വളരെ ചുരുക്കിയ കാര്യം നിങ്ങൾ ഓർപ്പിക്കുകയാണ്. ധ്യാനത്തിൻ്റെ ഒന്നാമത്തെ സെഷനിൽ നമ്മൾ കേട്ടത് 32-ാം സങ്കീർത്തനത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടി. എൻ്റെ പാപം ഏറ്റുപറയെന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് കുറ്റം ക്ഷമിച്ചു തരും. പാപത്തിന് മരിച്ച നമ്മുടെ ദേഹിയുടെ മണ്ഡലം ലാസറിനെ പോലെ മരിച്ച് ചീഞ്ഞഴിയാലും കർത്താവിന് ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നാൽ നമുക്ക് കർത്താവിനോടൊപ്പം ബന്ധനങ്ങൾ അഴിക്കുന്ന പുരോഹിതൻ്റെ കൈവപ്പ് കിട്ടിയാൽ ബന്ധനങ്ങൾ അഴിഞ്ഞ് കർത്താവിനടുത്ത് വിരുന്നിൽ സംബന്ധിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം കേട്ടു. ഒന്നാമത്തെ സന്ദേശം അതായിരുന്നു. രണ്ടാമത്തെ സന്ദേശം 34-ാമത്തെ സംഗീതത്തിൽ യഹോവ നല്ലവനാണെന്ന് തിരിച്ചറിയണമെന്നുള്ളതായിരുന്നു. യഹോവ നല്ലവനാണെന്ന് തിരിച്ചറിയണമെങ്കിൽ മിഥ്യാബോധത്തിൽ നിന്ന് സുബോധത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്ന കാര്യം പഠിക്കുവാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുടിയൻപുത്രൻ്റെ കഥ ആ ഉപമ നമ്മൾ പഠിച്ചു. ധൂർത്തപുത്രന് ഉണ്ടായിരുന്ന വീടും അപ്പനും അവിടെ ഉണ്ടായിരുന്ന സമ്പത്തെല്ലാം അവൻ്റെ മിഥ്യാബോധം കൊണ്ട് അവൻ കളഞ്ഞു വിളിച്ചു. അവൻ വീടിനെക്കുറിച്ചും അപ്പനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ധരിച്ചിരുന്നത് മിഥ്യയാണെന്നുള്ള കാര്യം അവനെ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ആ മുടിയൻപുത്രൻ തന്നിഷ്ടത്തോടെ തനിക്കുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം കൂട്ടുകാരുമായി നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പന്നിയുടെ വാളവര് പോലും കിട്ടാത്ത ദാരിദ്ര്യം വന്നത് അവന് വലിയ ഭാഗ്യമായി. അവനാരും കരുണ കാണിക്കാതെ ആരും അവനെ സഹായിക്കാതെ ഒറ്റപ്പെടുത്തിയതും അവനെ സഹായമായി. അതുകൊണ്ട് അവൻ്റെ ചിന്ത അവൻ്റെ പഴയ വീട്ടിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ഹൃദയം, അവൻ്റെ മനസ്സ് അവൻ വിട്ടിട്ട് പോകുന്ന അപ്പനിലേക്കും വീട്ടിലേക്കും മടങ്ങി വന്ന് അപ്പനോട് ക്ഷമ ചോദിച്ച് അപ്പൻ്റെ വീട്ടിലെ വേലക്കാരനാകാൻ തീരുമാനിച്ചതാണ് അവൻ്റെ സന്തോഷത്തിലേക്കുള്ള വരവിൻ്റെ തുടക്കം. അവൻ്റെ സന്തോഷം നഷ്ടപ്പെട്ട അവൻ്റെ എല്ലാ ആരോഗ്യവും പോയി, മാനവും പോയി, എല്ലാം പോയ അവൻ മനസ്സിലായി, ഞാനൊരു ഭോഷനായിപ്പോയി. എൻ്റെ മിഥ്യാബോധങ്ങളാണ് എൻ്റെ ശത്രു. അവൻ്റെ ക്ഷാമം അവന് ബോധം വർദ്ധിക്കുവാൻ സഹായകരമായി. അപ്പോൾ നമുക്ക് വരുന്നതായ ക്ഷാമങ്ങളും രോഗങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളും എല്ലാം പ്രയോജനകരമായ കാര്യമാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ മിഥ്യാബോധം മാറി സുബോധം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ ദൈവം അനുവദിച്ചിരിക്കുന്നതാണ് ക്ഷാമം, രോഗം, ശത്രുത മുതലായവ. അപ്പോൾ ഉടനെ മാറ്റുകയല്ല വേണ്ടത്. അത് ദൈവത്തിലേക്ക് വരാൻ ഉപയോഗിച്ച് കർത്താവും മാറ്റിയിട്ട് വേണം ക്ഷാമവും രോഗവും മാറാൻ. അല്ല പിശാചിൻ്റെ അടുത്ത് പോയാൽ അവനത് മാറ്റി തരും, പിന്നെ അവൻ്റെ കീശയിൽ കിടക്കും നമ്മൾ. അവിടെ ദാരിദ്ര്യമോ ക്ഷാമമോ രോഗമോ ഒക്കെ വന്നാൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാനുള്ള അവസരമാണ്. ക്ഷാമം മൂത്ത് ബോധം വാസിച്ച് ആ ബോധം സ്വർഗത്തിലെ പിതാവിൻ്റെ സന്നിധി നമ്മളെ തിരിച്ചെത്തി അവനോടൊത്ത് സന്തോഷിക്കുന്ന അനുഭവം ഉണ്ടാക്കണമെന്ന് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യം കഴിഞ്ഞ ദിവസം ധ്യാനിക്കുകയുണ്ടായി. ഈ സഭാദിനത്തിൽ നമ്മുടെ വിദ്യാബോധങ്ങളിൽ നിന്ന് തിരികെ വന്ന സ്വർഗത്തിലെ അപ്പൻ്റെ സന്നിധിയിൽ സത്യകുംഭസാരം നടത്തി ഞങ്ങൾ തെറ്റിപ്പോയി. ഞങ്ങൾക്ക് പുത്രനെ തന്നതിന് നന്ദി. പുത്രനെ ജീവിത പങ്കാളിയാക്കുന്ന പിതാവിന് സ്തോത്രം. ആ പിതാവ് തന്നതായ പുത്രനെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അവനെ ഞങ്ങൾ വന്ദിക്കുന്നു, ആരാധിക്കുന്നു, അവനെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പുത്രനോടുള്ള ബന്ധം പുതുക്കി കഴിയുമ്പോൾ പുത്രൻ പരിശുദ്ധാത്മാവിൽ നമ്മളെ നിറയ്ക്കും.
പരിശുദ്ധാത്മാവിൽ നിറച്ചാൽ, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷത്തിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ മനുഷ്യർക്കുള്ളാവുന്ന ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമാകും എന്നുള്ള റോമാലേഖനം 14 അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. ഇന്നത്തെ ഈ സമാപന സന്ദേശത്തിൽ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ, മാമോദീസായിൽ തുറന്നതായ കണ്ണ് പൊട്ടിപ്പോയെങ്കിൽ, അടഞ്ഞുപോയെങ്കിൽ, ക്രിസ്തുദൃഷ്ടിയായി പോയെങ്കിൽ ഇപ്പോൾ അത് മടങ്ങി വരാൻ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ തലകളെ ഉണക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ, സഭാദിനത്തിൽ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിജ്ഞ പുതുക്കുകയാണ്. മാമോദീസായിൽ ഞങ്ങൾ പിശാചിനെ ഉപേക്ഷിച്ച് മെസ്സിയായി സ്വീകരിച്ചവരാണ്. 12 വയസ്സിൽ അത് പുതുക്കാത്തവരുണ്ട്. അതിപ്പോൾ ഞങ്ങൾ പുതുക്കുകയാണ്. ഞങ്ങൾ നിന്നോട് വ്യക്തിപരമായ ബന്ധം പുലർത്തി, യേശു ഏകരക്ഷകനാണ്, നിന്നോട് അല്ലാതെ രക്ഷയില്ല. അങ്ങനെ പിതാവായ ദൈവതമ്പുരാൻ ഞങ്ങൾക്ക് ജീവിത പങ്കാളിയായി തന്ന പുത്രനെ ഞങ്ങൾ ഇമ്മാനുവേൽ കൂട്ടുകാരനായി, ജീവിത പങ്കാളിയായി, കർത്താവായി, ഭർത്താവായി സ്വീകരിക്കുന്നു. അവനെ വിട്ട് ഞങ്ങൾ പരസംഗം ചെയ്യുന്നവരാണെന്നെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കണം. അവിടെ നിന്നെല്ലാം മടങ്ങി വന്നിരിക്കുന്നു. ധൂർത്തപുത്രനെ പോലെ ഇതാ പിതാവിൻ്റെ സൈഡ് ഞങ്ങൾ മടങ്ങി എത്തിയിരിക്കുന്നു. അപ്പാ, ഞങ്ങൾ നിന്നോട് സ്വർഗത്തോടെല്ലാം പാപം ചെയ്തു പോയി. ഞങ്ങളെ മക്കളായി വീണ്ടും സ്വീകരിക്കുന്ന നന്ദി പറയും. ഞങ്ങളെ വേലക്കാരാകാൻ പോലും യോഗ്യതയില്ലെങ്കിൽ നീ ഞങ്ങളെ വീണ്ടും മക്കളായി സ്വീകരിച്ചിട്ട് മക്കളുടെ പദവികൾ തന്ന് യേശുവിൻ്റെ തലയോട് ചെയ്യുന്ന ഉടലായി ജന്മസാവലിയോടെ വന്നിരിക്കുന്ന ഭാഗ്യത്തിന് നന്ദി പറയുന്നു. ഈ വലിയ ഭാഗ്യം നഷ്ടപ്പെടുത്താതെ യേശുവിൻ്റെ വരവിനായി കല്യാണത്തിനായിട്ട് ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ. നമ്മുടെ സഭയിൽ നമുക്ക് വീണ്ടും ചെന്നതെന്ന് കർത്താവിൻ്റെ സ്വർഗീയ വിരുന്നിൽ പങ്കാളി